ഹലോ, എന്തൊക്കെയുണ്ടാ? നീയൊക്കെ വെറും ലോക്കൽ സെറ്റപ്പാണല്ലോ. എന്താണിത് പത്തലൊക്കെ പറിച്ചെടുക്കണത്? വല്ല വെയിലിട്ടാനും പോയണ? എന്നെ പോലെ പഠിച്ചിരുന്നെങ്കിലല്ല വല്ല ഉന്നതങ്ങളിൽ എത്തിയാനെ. നിനക്കൊക്കെ പറഞ്ഞ പണി ഇതൊക്കെ തന്നെ. എടാ വേലിയട്ടെ, നീ പറഞ്ഞ പോലെ ഇത്ര മോശം പണിയൊന്നുമില്ല. ആ പണിക്ക് ഇപ്പോൾ ആളില്ലാത്തത്. ബാക്കി എല്ലാ പണിക്കും ഇപ്പോൾ ആൾക്കാരെ കിട്ടാനുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ടൗണിൽ വെച്ച് നിന്നെ കണ്ടിരുന്നു. നീ ഇപ്പോൾ കുറച്ച് പേരെ കൂടി കുറച്ച് സോട്ടും കൂട്ടൊക്കെ ഇട്ട കുറച്ച് ആൾക്കാരുണ്ടായാലും അവരൊപ്പം ഒന്ന് സംസാരിക്കണ്ടേ? ഞാൻ വിളിച്ചിരുന്നു. പക്ഷേ നീ ഒരു മണപ്പുറത്ത് കണ്ട ഒരു മൈൻഡ് പോലും നമ്മളെ ചെയ്തില്ല. അത്രയും ചാടയൊന്നും വേണ്ടട്ടാ, അതൊക്കെ ശരിയല്ല. എടാ, അവരെൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുമാണ്. അവരുടെ ലെവലെന്ന് പറയാനില്ല, ഹൈ ലെവലാണ്. അവരുടെ ചങ്ങാതിമാരൊക്കെ നിന്നെ പോലെയൊന്നുമല്ല, ഹൈ ലെവലാണ്. അവരുടെ കൂട്ടത്തിലേക്കേ നിന്നെ വിളിച്ച് നീ എൻ്റെ കൂട്ടുകാരനാന്ന് പറയാൻ എനിക്കിത്തിരി കുറച്ചിലാണ്. എടാ, നീയൊക്കെ മയ്യത്താൻ വേണ്ടല്ല. നീ പറഞ്ഞ ഈ മാന്യന്മാരെ കൂട്ടുകാരല്ലേ, അവരൊന്ന് വെറുതെ കയ്യും കെട്ടി നോക്കിക്കൊള്ളു. നിന്നെ പള്ളിപ്പറമ്പിലേക്ക് ചുവന്നുകൊണ്ടാനേ ഈ ഞങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നിനക്ക് അറിവ് കൂടിയതുകൊണ്ടേ നീ സ്നേഹിക്കണത് തലച്ചോറ് കൊണ്ടാണ്, ഞങ്ങൾ സ്നേഹിക്കണത് ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരെയും തുല്യരായിട്ട് സ്നേഹിക്കാൻ പറ്റും. ഞങ്ങൾക്കത് മതിയടാ, വലിയ പഠിപ്പും പേരൊന്നും വേണ്ട. മനുഷ്യനെ മനസ്സിലാക്കാൻ ആദ്യം പഠിക്കും, എന്നിട്ടുള്ളു ബാക്കിയെല്ലാ പത്രാസും. അറിവ് നേടുക എന്നത് അറിവില്ലാത്തവനെ അവഹേളിക്കലല്ല. നിന്നിലെ അറിവ് മറ്റുള്ളവനിലേക്ക് ഒരു നന്മയായി മാറുമ്പോഴാണ് ആ അറിവ് നിറവുകളായി മാറുന്നത്. ഒന്ന് മാത്രം ഓർക്കുക, എല്ലാ മനുഷ്യരും ദൈവസന്നിധിയിൽ തുല്യരാണ്.